Assalamualaikum. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് കിച്ചൻ. ഞാൻ ബീഫ് റിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണിത്, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അതിനു മുമ്പായി ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. ഞാനിവിടെ നമ്മൾക്ക് ഡൗ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് ബൗളിലേക്ക് ചേർത്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ബട്ടർ ഏകദേശം ഒരു ടീസ്പൂണോളം ഉണ്ടാകും, ഇതിലേക്ക് ചേർത്തെടുക്കാം. ബട്ടർ ഇല്ലാന്ന് ജസ്റ്റ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഓയിൽ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി വെള്ളം കൂട്ടിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ബട്ടർ ഡവിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ബട്ടർ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്യുന്നവർ ഈ മാവിൻ്റെ സോഫ്റ്റ്നെസ് കൂടിക്കൊണ്ടിരിക്കും. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം നമുക്കൊരു മൂടി വെച്ചിത് 2 മണിക്കൂർ അടച്ചു വെക്കാം. അടുത്തതായി ഞങ്ങൾക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടോ, നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ തന്നെ കുക്കറിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം. അതാകുമ്പോൾ ആ വേവിച്ചിട്ടുണ്ടാകുന്ന ഒരു മുളകൊക്കെ ഈ പൊരിച്ചയിൽ പിടിച്ചിട്ട് വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് വേറെ പാത്രമൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അതാണ് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഒരു ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമുക്കിത് പൊരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 ഉള്ളി കൊത്തിയരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഈ ഒരു സൈസിലാണ് ഞാനിവിടെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുള്ളത്. നമുക്കിത് നന്നായി വറുത്തെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ഇട്ടാൽ മതി, കാരണം നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വേവിച്ചതാണല്ലോ. അപ്പോൾ നമുക്കങ്ങനെ ഉപ്പിൻ്റെ ഭയങ്കര ആവശ്യം ഉണ്ടാകുമെന്ന് തോന്നില്ല. നമുക്കിത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടെടുക്കാം. എന്നിട്ട് വളരെ അധികമായിട്ട് വേവിക്കൊന്നും ആവശ്യമില്ല. ചില ആൾ നന്നായി വേവിക്കലുണ്ട്, പക്ഷെ അത്രക്കൊന്നും ആവശ്യമില്ല. ഒരു ഉള്ളി ചെറുങ്ങനെ കടിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിടുന്നത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ. അപ്പോൾ ചതച്ചിടുന്നത് നല്ലത്. മിക്സിയിലൊക്കെ അടിച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവർ പോയിപ്പോവും. പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്തെടുക്കാം. 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തെടുക്കാം. ആ മസാലക്ക് ഒരു കളർ കിട്ടാൻ. ഒരു ഇറച്ചിയടിയൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ മസാല, അതിന് കുറച്ചൊരു ഡിഫറൻസ് നിന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മസാല ഇവിടെ റെഡിയായി രീതിയിൽ നമുക്ക് മസാലകൾ ഉണ്ടാക്കിയെടുക്കാം. ഓരോ സാധനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാലയുടെ കളറൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റുണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ച ബീഫ് താറ്റിയിട്ടുണ്ട് കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. നന്ന ഫ്ലെയിം ആകുമ്പോൾ ഇത് പെട്ടെന്ന് ഉള്ളി വെന്ത് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ ആയാലും മതി. അതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഈ മസാല എല്ലാ ഇറച്ചിയിലേക്ക്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടി വെക്കാം. ഇത് നല്ല സ്റ്റിക്കിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് മാറ്റാനായിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അതാകുമ്പോൾ അത് സ്റ്റിക്കിയൊക്കെ മാറി, സ്റ്റിക്കി ആകുമ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ച് ടഫായിരിക്കുമല്ലോ. പിന്നെ ഇതുപോലത്തെ ഒരു മൂടിയോ അച്ചോ വെച്ചിട്ട് നമുക്കിത് റൗണ്ട് ഷേപ്പിലാക്കി വെക്കാം. എന്നിട്ട് ഒരു സൈഡിൽ മസാല വെക്കുക. സെൻറ്ററിലാക്കാൻ പറ്റില്ല, ഒരു സൈഡിൽ ഇട്ട് ചെറിയ ഒന്ന് കൈനെ കൊണ്ടൊന്ന് ഒതുക്കി കൊടുക്കുക സൈഡിലേക്ക് മസാല. അതിനുശേഷം നമുക്ക് ആ മാവിൻ്റെ ആ ഒരു ചെറിയ എഡ്ജിന്ന് നമുക്കതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓവർ മസാല ആവാൻ പറ്റില്ല, അന്നേരം ആ മസാലയുടെ ഇതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കൈനെ കൊണ്ട് മൊത്തം പ്രസ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് അപ്പുറത്തെ സൈഡ് ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് കീറി കൊടുക്കാം. മൊത്തമായിട്ട് ഒരു എൻഡ് വരെ നമുക്ക് കീറാൻ പാടില്ല, അന്നേരം ആ ഒരു ഇത് ശരിയായി കിട്ടില്ല. ഒരു ചെറിയൊരു ഭാഗം നമുക്ക് പോർഷന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് റിങ് പോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാം. അപ്പം ഇതൊരു റിങ്ങിൻ്റെ ഷേപ്പായി കിട്ടും. റിങ്ങിൻ്റെ ഷേപ്പ് ആയിക്കൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും ഇതൊക്കെ തിന്നാൻ തന്നെ. ബാക്കിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ റിങ്സൊക്കെ പരത്തി മസാല ഒക്കെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്കിത് ഓറഞ്ച് കളർ ആവുന്ന വരെ നമുക്കിത് പൊരിച്ചിട്ട് കോരാം. നമ്മുടെ ബീഫ് റിംഗ് വട റെഡി ആയിക്കഴിഞ്ഞു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.